ഹായ് ഓൾ, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിപ്പോൾ +2 മാത്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ എന്താ വെച്ചാൽ റിവിഷനാണ് നമ്മൾ നോക്കുന്നത്, അല്ലാതെ ചാപ്റ്റേഴ്സ് മൊത്തമായിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ റിവിഷൻ നോക്കാം. നമ്മളിപ്പോൾ എക്സാമൊക്കെ കാര്യങ്ങളായി, ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് എക്സാം ആവും, എക്സാം തുടങ്ങാനായി. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഡിഫറൻഷിയേഷൻ ആണ്. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്നുള്ള ചാപ്റ്ററിലാണ്. അതിലെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡിഫറൻഷിയേഷൻ ആയി നോക്കാം. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിഫറൻഷിയേഷൻ ആണ് കൂടുതൽ ചോദിക്കുക. അപ്പോൾ ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഇത്രയും ടോപ്പിക്കുകളാണ് പഠിക്കാൻ. അതായത് +2 ഉള്ളത് ചെയിൻ റൂള്, ഇംപ്ലിസിറ്റ് ഫംഗ്ഷനും, പിന്നെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ, എക്സ്പോണൻഷ്യൽ, പിന്നെ ലോഗരിതമാറ്റിക്, പിന്നെ എന്താ പാരാമെട്രിക്കും സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവും. പിന്നെ നമ്മൾ +1 നമ്മൾ അൾജിബ്രിക് അത് പഠിച്ചിട്ടുണ്ട്. അൾജിബ്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എങ്ങനെ വരിക? അൾജിബ്രിക് d/ds(x⁻n) ആണ് വരിക. അതായത് അത് x⁻n-1 ആവും. ഓക്കെ, പിന്നെ ട്രിഗ്നോമെട്രിക് ഉണ്ട്. ട്രിഗ്നോമെട്രിക് കുറച്ച് ടോപ്പിക്കുകളുണ്ട്. ട്രിഗ്നോമെട്രിക് എന്ന് പറഞ്ഞാൽ d/dx(sin x) എന്താ sin x വരുമ്പോൾ cos x വരും. പിന്നെ d/dx(cos x) -sin x വരും. പിന്നെ tan x എന്ത് വരും? tan x sec²x വരും. പിന്നെ അതേമാതിരി cot x എന്ത് വരും? -cosec x² വരും. പിന്നെ പിന്നെ sec x എന്ത് വരും? sec x tan x വരും. പിന്നെ cosec x എന്ത് വരും? -cosec x cot x വരും. ഓക്കെ, അതാണ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്. പിന്നെ ഉള്ളത് ഏതാ? പിന്നെ ഉള്ളത് പ്രോഡക്റ്റ് റൂൾ ആണ്. പ്രോഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താ? d/dx(uv) അതെങ്ങനെ വരും? ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് d/dx സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അതാണ് പ്രോഡക്റ്റ് റൂൾ വരില്ല. കോഷ്യൻ റൂൾ എങ്ങനെയാവും? കോഷ്യൻ റൂൾ എന്ന് പറഞ്ഞാൽ d/dx(u/v) അതെങ്ങനെ? u'(v) അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് മൈനസ് u ഇൻറ്റു അതായത് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ബൈ v². ഇതാണ് നമ്മൾ +1 പഠിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ചെയിൻ റൂളും കാര്യങ്ങളായിട്ട് തുടങ്ങാം. ഓക്കെ, ചെയിൻ റൂൾ നോക്കാം. ചെയിൻ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതായത് ഇപ്പോൾ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ sin x എടുത്തു. sin x നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? cos x വരും നമുക്കറിയാം. അതിന് പകരം sin x പകരം എന്തെങ്കിലും ഇപ്പോൾ x² എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എങ്ങനെയാവുന്നതാണ് ചെയിൻ റൂൾ നോക്കുക. അതായത് ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വേറൊരു ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും സംതിങ് എന്നുള്ളൊരു സാധനം അങ്ങനെ വരുമ്പോൾ ഇതിന്റെ d/dx എന്ത് വരും? ആദ്യം നമ്മൾ ഈ പുറത്തുള്ളതിനെ ചെയ്യാം. അതായത് പുറത്തുള്ള ഫംഗ്ഷൻ ഏതാ? സൈന്. അപ്പോൾ സൈനിന്റെ ഡെറിവേറ്റീവ് ഏതാ? കോസ്. അപ്പോൾ എന്ത് വരും? cos x² വരും. അപ്പോൾ ഈ സൈനിന്റെ നമ്മൾ ഡെറിവേറ്റീവ് ചെയ്തു. ഇനി അടുത്ത ഏതാ? x². ഉള്ളില്ല സംതിങ്, പിന്നെ ഡെറിവേറ്റീവ് ഓഫ് സംതിങ് x²ന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 2x. അപ്പോൾ എന്താവും? 2x cos x² ഇതാവും. അത് അത്രേ ഉള്ളൂ ചെയിൻ റൂള്. പിന്നെന്താ? ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ഇതൊക്കെ അതായത് ചെയിൻ റൂളിലൊക്കെ f(x) ആണ് വന്നത്. ഇനിയിപ്പോൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഒപ്പം വൈയും കൂടി വരും. അതായത് f(xy) എന്നുള്ള ഫോമിലാവും. ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ d/dx ഓഫ് x² പ്ലസ് y², d/dx ഓഫ് x² പ്ലസ് y². അതായത് ഇതിൽ ഫംഗ്ഷനിൽ x ഉണ്ട് y ഉണ്ട്. അപ്പോൾ ഇത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ്. അതെങ്ങനെ ചെയ്യാൻ പറ്റും? എങ്ങനെ ചെയ്യാം? അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? d/dx ഓഫ് x² ചെയ്യാം. അതിന് ശേഷം d/dx ഓഫ് y². ഓക്കെ, x² നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. x² ചെയ്യുമ്പോൾ എന്തായാലും 2x വരും. പ്ലസ് ഈ y² ചെയ്യുമ്പോൾ എങ്ങനെ വരും? 2y. നമ്മൾ x² ചെയ്യുമ്പോൾ തന്നെ y² ചെയ്യുമ്പോൾ 2y എന്ന് വരും. അതിൻ്റെ ഒപ്പം ഈ വിത്ത് റെസ്പെക്ട് ടു എക്സിനോട് നമ്മൾ ഡെറിവേറ്റ് ചെയ്യണേ. പക്ഷെ ഇവിടെ ഏതാ ഫംഗ്ഷൻ ആയിട്ടുള്ള y ആണ്. അപ്പോൾ ഒരു എന്ത് വരും? dy/dx കൂടി വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ് ചെയ്യുക. ഓക്കെ,
ഇനി നമുക്ക് അടുത്തതല്ലേ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫങ്ഷൻസ് ഉണ്ട്. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി അതായത് ഇതാണ് ഇതിന്റെ റിസൾട്ട്. സൈൻ ഇൻവേഴ്സ് എക്സ് 1/√(1 - x²). കോസ് ഇൻവേഴ്സ് എക്സ് വരുമ്പോൾ മൈനസ് ഇടുക, -1/√(1 - x² വരും. പിന്നെ ടാൻ ഇൻവേഴ്സ് വരുമ്പോൾ 1/1 + x². അപ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് കോട്ട് വരുമ്പോൾ അതിന് മൈനസ് ഇട്ട് കൊടുക്കുക. അതേമാതിരി തന്നെ സീക്ക് ഇൻവേഴ്സും കോസീക്ക് ഇൻവേഴ്സും വരുമ്പോൾ സീക്ക് ഇൻവേഴ്സിന്റെ 1/(x√(x²-1) കൊസീക്ക് ഇൻവേഴ്സ് എക്സ് വരുമ്പോൾ മൈനസ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് എക്സ്പൊണൻഷ്യൽ ഫങ്ഷൻസ്. എക്സ്പൊണൻഷ്യൽ ഫങ്ഷൻസ് പറഞ്ഞാൽ എന്താ? e⁻x d/dx ഓഫ് e⁻x എന്താ? e⁻x തന്നെ. ഓക്കെ, പിന്നെ ഇതിൽ വേറെ വരുന്നത് d/dx ഓഫ് a⁻x എന്ന് പറഞ്ഞാൽ എന്താ? a⁻x log a. ഓക്കെ, പിന്നെ ഇതിൽ ലോഗരിതമാറ്റിക് എന്ന് വരുമ്പോൾ d/dx ഓഫ് log x = 1/x വരും. ഓക്കെ, പിന്നെ ഇതിൽ ലോഗരിതമാറ്റിക് ഫങ്ഷൻസ് വരുമ്പോൾ അതിൽ കുറച്ച് റിസൾട്ട് ഉണ്ട്. അതായത് log m എന്ന് പറയുന്നത് എന്താ? log m + log n ആണ്. പിന്നെന്താ? log m/n എന്ന് പറയുന്നത് log m - log n ആണ്. പിന്നെ log m⁻n എന്ന് പറയുന്നത് n log m ആണ്. ഇത്രയാണ് മെയിനായിട്ട് നോക്കി വെച്ചാൽ മതി. പിന്നെ ഇതിൽ ഈ ലോഗരിതമാറ്റിക് നമ്മൾ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ ചെയ്തതിലൊക്കെ y = f(x) അല്ലെങ്കിൽ f(x - y) അങ്ങനത്തെ ഇംപ്ലിസിറ്റ് എക്സ്പ്ലിസിറ്റ് ഫങ്ഷൻസ് അല്ലേ നോക്കിയാൽ. ഇപ്പൊ ലോഗരിതമാറ്റിക് വരുമ്പോൾ ഒന്നെങ്കിൽ ഫംഗ്ഷന്റെ മേലെ വേറൊരു ഫംഗ്ഷൻ വരും. അതായത് x⁻x അല്ലെങ്കിൽ x⁻sin x അങ്ങനെയൊക്കെ. ഇപ്പോൾ എക്സിന്റെ പവറിലല്ല കിടക്കണേ. അപ്പോൾ ഒരു ഫംഗ്ഷന്റെ മേലെ ഒരു ഫംഗ്ഷൻ വരികയാണെങ്കിൽ ലോഗരിതമാറ്റിക് യൂസ് ചെയ്യണം. അല്ലെങ്കിൽ വരുന്നത് f(x) g(x) h(x) അങ്ങനെയൊക്കെ വരുമ്പോഴും ലോഗരിതമാറ്റിക് യൂസ് ചെയ്യും. പിന്നെ വരുന്നത് റൂട്ടിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ലോഗരിതമാറ്റിക് യൂസ് ചെയ്യും. f(x/g(x) h(x) ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ലോഗരിതമാറ്റിക് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഉള്ളത് ഏതാ? പാരാമെട്രിക് ഫങ്ഷൻസ് ആണ്. പാരാമെട്രിക് ഫങ്ഷൻസ് നമ്മൾ ഇത്രയും വരെ നോക്കിയത് y = f(x) എന്നുള്ള ഇതിലാണ്. ഇതിലിപ്പോ വിത്ത് റെസ്പെക്ട് ടു എക്സിനല്ല, നമ്മൾ dy/dx ചെയ്യുമ്പോൾ എക്സിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. പക്ഷെ പാരാമെട്രിക്കിൽ വരുമ്പോൾ രണ്ട് ഫങ്ഷൻസ് ആവും. x = f(t) എന്നുള്ളൊരു എന്നുള്ള ഫംഗ്ഷൻ വെച്ചിട്ടാവും നമ്മൾ ഡിഫറൻഷിയേറ്റ് ആദ്യം ചെയ്യാം. പിന്നെ y എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും കൂടി ഉണ്ടാവും g(t) അതിന്. അപ്പൊ ഇതിന്റെ നമ്മൾ dy/dx എടുക്കുക എങ്ങനെയാ വെച്ചാൽ ആദ്യം dy/dt, അതായത് ഈ y-നെ t വിത്ത് റെസ്പെക്ട് ടു t കൊണ്ട് ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. പിന്നെ അതിന് dx/dt ചെയ്യാം. ഓക്കെ, അപ്പോൾ പാരാമെട്രിക് അങ്ങനെയാണ് ചെയ്യുക. പിന്നെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. ഇപ്പൊ നമ്മളിപ്പോ dy/dx എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ ആണ് y1. അപ്പോൾ ഇതിനെ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ഓർഡർ കിട്ടും, d²y/dx², അതായത് y2. ഇത് ഇത്ര ഉള്ളൂ. സത്യം പറഞ്ഞതിൽ ഡിഫറൻഷിയേഷൻ ഇത്ര ഉള്ളൂ. ഇത് സിമ്പിൾ ആണ്.